ഭദ്രന്റെ കുഞ്ഞിപ്പെണ്ണ്. രചന മഞ്ജു മുരളി. അവതരണം സാലിം കരുളായി. എഡിറ്റിംഗ് SN ക്രിയേഷൻസ്. അജി പോയതോടെ പൊന്നു അകത്തേക്ക് കയറി. നിത്യ നന്ദുവിൻ്റെ കൈ പിടിച്ചു. നന്ദുവിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ഞാൻ പോവാ നന്ദുമോളെ, നിത്യ പറഞ്ഞു. നന്ദൊന്നും മൂളിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. എന്താണ് നന്ദ ശോകം? എന്നാലും ഞാൻ ഇങ്ങോട്ട് വലതുകാലം വെച്ച് പറയേണ്ടതല്ലേ? നീ എത്തിയിട്ട് വിളിക്കട്ടോ, നന്ദു വീണ്ടും പറഞ്ഞു. ആ ഞാൻ വിളിക്കാം. ഭദ്രേട്ടാ, എന്നെ സ്റ്റാൻഡ് വരെ ഒന്ന് കൊണ്ടാക്കുമോ? നിത്യ ചോദിച്ചു. ആ, ഭദ്രൻ ഗൗരവത്തിൽ മൂളി. എന്നാ ഞാൻ പോവാ, പൊന്നിനോട് പറഞ്ഞേക്കേ. ആദ്യേട്ടാ കോച്ചിനെ നോക്കണേ, നിത്യ വീണ്ടും പറഞ്ഞു. ഭദ്രി ആദ്യയോട് പറഞ്ഞുകൊണ്ട് ബുള്ളറ്റിൽ കയറി. നിത്യ ഭദ്രൻ്റെ ഒപ്പം കയറി. അവർ രണ്ടുപേരും അവിടുന്ന് പോയി. നന്ദു തിറങ്ങണ്ടാൽ ആദ്യയെ നോക്കി. ആദ്യം നന്ദുവിൻ്റെ അടുത്ത് വന്ന് പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീ, ഞാനില്ലേ കൂടെ? ആദ്യം പറഞ്ഞത് നന്ദി ചിരിച്ചുകൊണ്ട് ആദ്യയെ കെട്ടിപ്പിടിച്ചു. ആദ്യം നന്ദിയെ ചുമരോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഒരു കിസ് തന്നെ ആദ്യേട്ടന്. ആദ്യ കള്ളച്ചിരിയോടെ പറഞ്ഞു. അയ്യേ ഒന്ന് പോയേ, എനിക്ക് പണിയുണ്ട്. നന്ദു അതും പറഞ്ഞുകൊണ്ട് ആദ്യം നെഞ്ചിൽ തള്ളി. ആദ്യം ഒന്നുകൂടെ നന്ദുവിനെ ചുമരോട് ചേർത്ത് നിർത്തി അവളുടെ ഉയരത്തിനനുസരിച്ച് കുനിഞ്ഞുകൊണ്ട് നന്ദുവിന് ചെവിയിലായി പറഞ്ഞു. ശ്രീമോളെ, എനിക്ക് കൊതിയാവുന്നടി. ആദിയുടെ ആ വാക്കുകൾ നന്ദ നിന്ന് വിളറി. എങ്കിലും ഒന്നും അറിയാത്ത പോലെ നന്ദ ചോദിച്ചു. എന്തിന്? നന്ദ ചോദിച്ചതും ആദ്യം അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. പറഞ്ഞു തരണോ? ആദ്യ കുസൃതി ചിരിയോടെ ചോദിച്ചു. പറ. നന്ദ ഒരു മുന്നിൽ കൈകെട്ടിയെന്നുകൊണ്ട് ചോദിച്ചു. ഐ വാണ്ട് ടു. ആദ്യം പറഞ്ഞത് കേട്ട് നന്ദൊന്ന് ഞെട്ടി. ഒരു കോരിത്തരിപ്പ് അവളിലുണ്ടായി. അതെ, എനിക്ക് പാത്രം കഴുകാനുണ്ട്, മാറിക്കേ. നന്ദു ആദ്യയെ മാറ്റിക്കൊണ്ട് അവിടുന്ന് പോയി. ആദ്യ ചിരിയോടെ നന്ദുവിൻ്റെ പിന്നാലെ ചെന്നു. റൂമിലെത്തിയ പൊന്നു അങ്ങിങ്ങും നടക്കാൻ തുടങ്ങി. കാരണം അജി ഇവിടുന്ന് പോയത് മുതൽ പൊന്നുവിന് അജിയെ മിസ് ചെയ്ത് തുടങ്ങിയിരുന്നു. അവൾ കാട്ടിലേക്ക് കിടന്നു. മനസ്സിൽ നിറയെ അജിയുമായുള്ള നിമിഷങ്ങളായിരുന്നു. അവൾ അജിയുടെ മുഖം മനസ്സിലോർത്തു. അവൻ്റെ ചിരിയും പുരുകത്തിൽ മുകളിലായുള്ള പാടും താടിയും മീശയും എല്ലാം ഒരു പ്രത്യേക ഭംഗി അവന് നൽകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പൊന്നുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത്. അവൾ അടുത്തിരുന്ന ഫോൺ എടുത്ത് നോക്കി. ട്രൂ കോളിൽ തരുന്ന അജി വർഗീസ് എന്ന പേര് കണ്ടതും പൊന്നു അതിവേഗം ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചു. ഹലോ ആമി. ഹലോ ഇച്ചായ, വീട്ടിലെത്തിയോ? പൊന്നു ചോദിച്ചു. എത്തി, നിന്നെ മിസ് ചെയ്യുവാ. ആ എനിക്കും. അല്ല, എൻ്റെ നമ്പർ എങ്ങനെയാണ് കിട്ടിയത്? എൻ്റെ ആമി കൊച്ചേ, ഞാനൊരു പോലീസല്ലേ, ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഓ അങ്ങനെ. ഇന്ന് ഇച്ചായൻ ജോലിക്ക് പോകണ്ടേ? പോണം. ആ, ഇച്ചായൻ ജോലി ഇല്ലെങ്കിൽ എനിക്കൊന്ന് പുറത്തു പോകണം. ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വരുമോ ഇച്ചായൻ? അതറിയാൻ ചോദിച്ചതാ. എപ്പോഴാ? ഒരു 12 മണിയൊക്കെ ആവുമ്പോൾ. അതിനെന്താ, പോവാലോ. ഒരു ഉമ്മ തന്നെ ഇച്ചായന്, ജോലി കയറട്ടെ. അയ്യേ, വേഗം താഴെ കൊച്ചി. ഉമ്മ. പൊന്നു മെല്ലെ പറഞ്ഞു. ഇച്ചായൻ പോവാണേ, വിളിക്കാട്ടോ. ആജി അതും പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തു. മറുതലകിൽ ഫോണ് കട്ടായി പൊന്നു ചിരിയോടെ കട്ടിലേക്ക് കമിഴ്ന്ന് കിടന്നു. ഒരു തലയിലെടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കട്ടിലേക്കും പറഞ്ഞു. ഭദ്രനും നിത്യയും കൂടെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഭദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിത്തിയിരുന്നു. അവളുടെ ഉള്ള സന്തോഷം കൊണ്ട് വിങ്ങുകയായിരുന്നു. അവൾ ഒന്നുകൂടെ ഭദ്രനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഭദ്രൻ്റെ ചുള്ളിൽ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിലെത്തി ഭദ്രൻ ബുള്ളറ്റ് നിർത്തി. നിത്യ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി ഭദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പോവാ, നാളെ വരാം. നിത്യ പറഞ്ഞത് കേട്ട് ഭദ്രൻ അവൾ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഞാനുണ്ട് കൂടെ. നിന്റെ തന്തപ്പടിയോട് ചൊറിയാൻ ഇനി വന്നേക്കരുതെന്ന് പറഞ്ഞേക്ക്. പിന്നെ ഞാൻ വിളിച്ചാൽ ഇറങ്ങി വന്നേക്കണം. ഭദ്രൻ പറഞ്ഞു. ഞാൻ വരും, ഏത് പാതിരാത്തേക്ക് വിളിച്ചാലും ഞാൻ ഭദ്രൻ്റെ ഒപ്പം വരും. എന്നാ എൻ്റെ കുഞ്ഞിപ്പണ്ട് ചെല്ല്, ഞാൻ വിളിക്കാം. നിത്യ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. പോകുന്ന വഴി അവൾ മറയുന്നത് വരെ ഭദ്രനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. നിത്യ പറഞ്ഞത് ഭദ്രന് കോള് വന്നു. അവൻ ഫോണെടുത്ത് നോക്കി. ആ കോള് കടന്ന് ചിരിച്ചുകൊണ്ടിരുന്ന അവൻ്റെ മുഖം ഗൗരവത്തിൽ വലിഞ്ഞു കൊടുങ്ങി. ഹലോ. ഫോണെടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. എന്നാ അത്? ഭദ്രൻ ചോദിച്ചു. ഞാൻ ഇന്ന് തന്നെ അവിടേക്ക് എത്തിയിരിക്കും, എല്ലാം സെറ്റ് ചെയ്തോ? ഭദ്രൻ പറഞ്ഞുകൊണ്ട് കോള് കടിച്ചിട്ട് ബുള്ളറ്റ് എടുത്ത് അവിടുന്ന് പോയി. അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന നന്ദുവിൻ്റെ പിറകിലൂടെ ചെന്ന് പുറന്നു. ആദിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് നന്ദു ചെയ്യുന്ന ജോലി തുടർന്നുകൊണ്ടിരുന്നു. ആദ്യ പതിയെ അവളുടെ ചുരിദാറിനുള്ളിലൂടെ കൈ കടത്തി ഇന്നറിനുള്ളിലൂടെ അവളുടെ മാറിൽ പിടിച്ചതും നന്ദുവിൻ്റെ കയ്യിൽ നിന്നും പാത്രം സിങ്കിലേക്ക് തന്നെ വീണു. ആദ്യം അവളുടെ മാറിൽ പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. അവളുടെ പിൻകഴുത്തിൽ ചുണ്ടുകൊണ്ടും നാവുകൊണ്ടും തടവാൻ തുടങ്ങി. ആ ആദ്യേട്ടാ. നന്ദുവിൽ നിന്നും സിൽക്കാരം ഉയർന്നതും അവൻ നന്ദുവിൻ്റെ കഴുത്തിൽ അമർത്തി കടിച്ചു. ആ വേദന കൊണ്ട് നന്ദു ആദ്യെ തള്ളി മാറ്റി. പെട്ടെന്നായതുകൊണ്ട് അവനും ഞെട്ടി. മനുഷ്യരെ കൊല്ലാനാണോ ആദ്യേട്ടാ? എന്താ, ഡ്രാക്കുളയാണോ? നന്ദു കഴുത്തിൽ തടവിക്കൊണ്ട് ചോദിച്ചു.
അയ്യോ, വേദന എടുത്തോ, നോക്കട്ടെ. ആദ്യം നന്ദവിൻ്റെ അടുത്തേക്ക് വന്നതും ഒരു ചുമ കേട്ട് രണ്ടുപേരും ഞെട്ടിയാകുന്നു മാറി. നോക്കുമ്പോൾ അടുക്കളൻ്റെ അവിടെ ഇടിച്ചോണ്ട് നിൽക്കുന്നു പൊന്നു. എന്നെ ആരോ വിളിച്ചെന്നും പറഞ്ഞ് ആദ്യം അവിടെ നൈസായിട്ട് മുങ്ങി. നന്ദു പൊന്നുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പാത്രം കഴുകാൻ തുടങ്ങി. പൊന്നു അതെല്ലാം കണ്ട് ചിരി അടക്കി പിടിച്ച് അടുക്കളവാതിൽ തന്നെ കൈകെട്ടി നിന്നു. ഭദ്രൻ നേരെ ചെന്നത് ഒരു വലിയ ബംഗ്ലാവിന് മുന്നിലേക്കാണ്. അവൻ ബുള്ളറ്റ് നിർത്തിയതും അവിടെ നിന്നവരെല്ലാം ഭദ്രനെ നോക്കി സല്യൂട്ട് ചെയ്തു. അവരെ നോക്കിയത് ചിരിച്ചതിന് ശേഷം ആ ബംഗ്ലാവിനുള്ളിലേക്ക് കയറി. അകത്ത് കയറിയതും ഒരുപാട് പേര് വന്നു. ഭദ്രൻ ആ വലിയ വീടിൻ്റെ ഹാളിലിരുന്നു. ശേഷം ഫോണെടുത്ത് ആദ്യം അത് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചു. 2-3 റിങ്ങിന് ശേഷം ആദ്യം ഫോണെടുത്തു. ഹലോ ഭദ്ര, നീ എവിടാ? ഭദ്രൻ ആദ്യയോട് ആദ്യം തന്നെ ചോദിച്ചു. ഞാൻ വീടിൻ്റെ പുറത്തടാ. എന്തേ? ഞാൻ എറണാകുളം വരെ പോവാം. ഇന്ന് ഹരിചന്ദ്രൻ ഗ്രൂപ്പുമായിട്ടൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട്, ഞാൻ തന്നെ പോകണം, ഭദ്രൻ പറഞ്ഞു. ഭദ്ര അത് ആദ്യം പറയാമെന്നത് മുഴുവിക്കാതെ നിർത്തി. പോകണം, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് നമുക്ക് ബാംഗ്ലൂരിൽ പോകണം. വീട്ടിൽ വന്ന് വിശദമായിട്ട് പറയാൻ ബാക്കി, ഭദ്രൻ പറഞ്ഞു. ഓക്കെ, നീ പോയി വാ. ആദ്യത്തെ പറഞ്ഞതും ഭദ്രൻ ഫോണ് കട്ട് ചെയ്തു. ഇനി എന്ത് നടക്കും എന്നത് ആദ്യയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നു. ആജി സ്റ്റേഷനിൽ നിന്ന് നേരെ ചെന്നത് അവൻ്റെ വീട്ടിലേക്കായിരുന്നു. വീടിൻ്റെ ഗേറ്റ് കിടന്ന് കാർ പോർച്ചിൽ അവൻ വണ്ടി നിർത്തിയിട്ട് ഉമ്മറത്തേക്ക് കയറി വാതിലിൽ തട്ടി. അവിടെ നിന്നുകൊണ്ട് എലീനയുടെ വീട്ടിലേക്ക് നോക്കിയപ്പോൾ അവിടെ നിശബ്ദമായിരുന്നു. ഈ സമയത്തൊക്കെ എലീനയെ പുറത്ത് കാണേണ്ടതാണെന്ന് അജി ഓർത്തു. അപ്പോഴേക്കും അജിയുടെ അമ്മ വാതിൽ തുറന്നുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. നീ ഇത് എവിടെയായിരുന്നു കൊച്ചനെ? വിളിച്ചിട്ട് എന്നെ ഫോൺ എടുക്കാഞ്ഞേ? അമ്മ വിളിച്ചിരുന്നോ? എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരിക്കും. അമ്മ എന്തിനാ വിളിച്ചേ? അങ്ങനെ ചോദിക്ക്. അങ്ങേ വീട്ടിലെ എലീന മോൾ ഇന്നലെ ആത്മഹത്യക്ക് ശ്രമിച്ചു. കയ്യിലെ ഞരമ്പോ മറ്റോ കണ്ടിച്ചു. അതങ്ങ് ആശുപത്രിയിലാ. അമ്മയുടെ വാക്കുകൾ കേട്ട് അജി ഞെട്ടി. എന്നിട്ട് ഞെട്ടിലോട് അജി ചോദിച്ചു. എന്നിട്ട് എന്നാ? എനിക്കങ്ങ് ആശുപത്രിയിലങ്ങ് പോകാൻ വയ്യെന്നേ. അതാ ഞാൻ നിന്നെ വിളിച്ചേ. നീ ആണെങ്കിൽ ഫോൺ എടുക്കത്തുമില്ല. ആണോ? എവിടെയാ ആശുപത്രി? ഞാൻ ഒന്ന് പോയേച്ചും വരാം, അജി പറഞ്ഞു. മാതാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കുന്നേ. നീ പോയേച്ചി വിളിക്ക്. കൊച്ചിനെ എങ്ങനെയെന്ന് പറ, അമ്മ പറഞ്ഞു. അജി ഒന്നും മിണ്ടാതെ ജീപ്പ് എടുത്ത് വേഗം മാതാ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ആശുപത്രിയിലെത്തിയപ്പോൾ എലീനയെ റൂമിലേക്ക് മാറ്റിയിരുന്നു. അജി റൂമിലേക്ക് വരുമ്പോൾ എലീനയുടെ അമ്മ അവളുടെ അടുത്തിരിപ്പുണ്ടായിരുന്നു. അമ്മ, അജി വിളിച്ചു. അവർ നോക്കി. മുന്നിൽ നിൽക്കുന്ന അജിയെ കണ്ടതും എലീന മുഖം മാറ്റി. അവളുടെ അമ്മ എമി എണീറ്റ് വന്ന് അജിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. എന്ത് കുറവാ മോനെ ഇവൾക്കുള്ളിൽ? ഒന്നിനൊരു കുറവില്ലാതെയല്ലേ ഞാനിവളെ വളർത്തിയേ. എന്നിട്ടിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്നേ കണ്ടില്ലേ? അമ്മ പൊട്ടി കരഞ്ഞു. എലീനയുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ? അറിയുകയല്ല മോനെ, ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല, അമ്മ പറഞ്ഞതും അജി എലീനയെ നോക്കി. എലീന അജിയെ നോക്കിയില്ല. അമ്മയൊന്ന് പുറത്തേക്ക് നിൽക്ക്, ഞാൻ ചോദിച്ചു നോക്കട്ടെ, അജി പറഞ്ഞു. ആ അമ്മ ഒന്നും പറയാതെ കണ്ണും തുറച്ച് പുറത്തേക്ക് നടന്നു. അജി കസേര വലിച്ചിട്ട് എലീനയുടെ അടുത്തേക്ക് ഇരുന്നു. എലീന അജിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. എലീന, എന്താ പറ്റിയേ? പറ. പാവമ്മ എന്തൊരു വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ? ഞാൻ കാരണം പറഞ്ഞ നിങ്ങളത് നടത്തി തരൂ? എലീന ചോദിച്ചു. പറ, എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ നടത്തിത്തരാം. എന്നെ അജയേട്ടൻ കെട്ടണം. എൻ്റെ കഴുത്തിൽ അജയേട്ടൻ്റെ കൈ കൊണ്ടൊരു മിന്ന്. ഏയ്, നീ ഇതെന്തൊക്കെയായി പറയുന്നേ? അജി ദേഷ്യത്തോടെ ചോദിച്ചു. നിങ്ങളെ കൊണ്ട് പറ്റില്ല, അത്രയേ ഉള്ളൂ, എലീന നിസ്സാരമായി പറഞ്ഞു. എലീന, നീ വിചാരിക്കുന്ന പോലെ. അജി പറയാൻ വന്നതും ഇടയിൽ കയറി എലീന പറഞ്ഞു. എനിക്കറിയാം അജയേട്ടൻ്റെ മനസ്സിൽ ആരാന്ന്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഒരിക്കലും ഇനി ഇങ്ങനെ ചെയ്യില്ല. എൻ്റെ അമ്മ, ഇനി അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നേ, എലീന പറഞ്ഞു. പിന്നെ അജിയൊന്നും പറഞ്ഞില്ല. അവനുമൊന്നും പറയാൻ സാധിച്ചില്ല. റൂമിൽ നിന്നും ഇറങ്ങി എലീനയുടെ അമ്മയോട് ഒന്നും പറയാതെ അവൻ നടന്നു. ഹരിദാസ് വിഷ്ണുവിൻ്റെ ഒപ്പം എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇന്നാണ് ശിവനാഥ് ഗ്രൂപ്പിലെ എച്ച്ഒനെ ആദ്യമായി കാണാൻ പോകുന്നത്. വിഷ്ണു പറഞ്ഞ പോലെ തന്നെ അത് ഭദ്രൻ അല്ലെങ്കിൽ ആദ്യമായിരിക്കും എന്നയാൾക്ക് സംശയമുണ്ടെങ്കിലും അങ്ങനെയല്ലെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. സാർ എന്താ ആലോചിക്കുന്നേ? ആര് ചോദിച്ചു. ഒന്നുമില്ല വിഷ്ണു, ഞാൻ ആ എച്ചികളെ പറ്റി ആലോചിച്ചതാണ്, ഭദ്രനും ആദിയും. ഹരിദാസ് പൂച്ചത്തോടെ പറഞ്ഞു. അവരങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ, എന്തൊക്കെയോ ഡിസ്റ്റ് നമ്മളെ കാത്തിരിപ്പുണ്ട്. വിഷ്ണു അത് പറഞ്ഞതും ഹരിദാസും അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഉച്ചയായപ്പോൾ പൊന്നു കുളിച്ച് റെഡിയായി. നീലക്കടലിൽ ഗോൾഡൻ വർക്കുള്ള ഒരു ചുരിദാറും വെള്ള ലെഗിൻസ് ഷാളുമായി അവളുടെ വേഷം. മുടി നേർവാർച്ചയിലെടുത്ത് 2 സൈഡിലേക്ക് പിരിച്ച് കെട്ടിവെച്ചു. കുറച്ചുകൂടി എടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടു. നെറ്റിയിലെ മുറിവൊന്ന് ഡ്രസ് ചെയ്തു. ഒരു കുഞ്ഞു കറുത്ത പൊട്ടും, കയ്യിൽ കുറച്ച് വളയും, കഴുത്തിലൊരു നേർത്ത മാലയും, ചെവിയിലൊരു കുഞ്ഞു കമ്മലും ഇട്ടു. അവൾ ഫോണെടുത്ത് ചെറിയ ചിരിയോട് അജിയെ വിളിച്ചു. അല്പസമയത്തിനുള്ളിൽ തന്നെ അജി ഫോണെടുത്തു. ഹലോ കൊച്ചേ, ഇച്ചായ വരുന്നില്ലേ? എവിടെയാ? പൊന്നു ചോദിച്ചു. അത് ഞാൻ വീട്ടില, കുളിച്ചിറങ്ങിയുള്ളൂ. ആണോ? വേഗം വാന്നാ. വീട്ടിലേക്ക് വരണോ? വേണ്ട, ഞാൻ പറഞ്ഞ സ്ഥലത്ത് വന്നാൽ മതി. ആദ്യം ഡ്രസ്സ് മാറ്. ശരി.
അജി ഫോൺ വെച്ച് ഡ്രസ്സ് മാറാൻ തുടങ്ങി. ഒരു വെള്ള ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമായി അവൻ്റെ വേഷം മുടി ചീവി ഒതുക്കി കയ്യിൽ വാച്ചി കെട്ടി കഴുത്തിലെ കൊന്ത നേരെയിട്ടുകൊണ്ട് ഫോണും പേഴ്സും എടുത്ത് അജി ഇറങ്ങി. കുഞ്ഞു പുഞ്ചിരിയോടെ കോണിപ്പടി ഇറങ്ങി വരുന്ന മകനെ കണ്ട് രാഗിണി പകച്ചു നിന്നുപോയി. അജി അവൻ്റെ ബൈക്കും എടുത്തുകൊണ്ട് വീടിൻ്റെ ഗേറ്റ് കണ്ട് സ്പീഡിൽ പാഞ്ഞു പോയി. പൊന്നു പതിയെ ഹാൻഡ് ബാഗ് എടുത്തുകൊണ്ട് കോണിപ്പടി ഇറങ്ങി താഴേക്ക് ചെന്നു. അവിടെ ആദ്യം ഹാളിൽ നിന്ന് TV കാണുന്നുണ്ട്. നന്ദ ഫുഡെല്ലാം എടുത്ത് ടേബിളിൽ വെക്കുന്നുണ്ടായിരുന്നു. ആദ്യേട്ടാ പൊന്നു വിളിച്ചു. ആദ്യം TV-യിൽ നിന്ന് മുഖം മാറ്റിക്കൊണ്ട് പൊന്നുപുരം നോക്കി. എന്താ പൊന്നുമോളെ? അതെ, ഞാൻ പുറത്ത് പോട്ടെ, കൂട്ടുകാരുടെ അടുത്തേക്കാ. വേഗം വരണം, കഴിച്ചിട്ട് പോയാൽ മതി. ശ്രീമോളെ, പൊന്നിന് ഫുഡ് കൊടുക്ക്, ആദ്യം വിളിച്ചു പറഞ്ഞു. അത് ആദ്യേട്ടാ, ഞാൻ പുറത്തുനിന്ന് അവളുടെ കൂടെ കഴിച്ചോളാം, വേഗം വരാം, പൊന്നു വീണ്ടും പറഞ്ഞു. എന്നാ പോയി വാ, തലയിൽ മുറിവുള്ളതാ, സൂക്ഷിച്ചു പോണം. ശരി ആദ്യേട്ടാ. നന്ദേടത്തി, ഞാൻ പോവാണേ. പൊന്നു അതും പറഞ്ഞ് അവിടുന്ന് പോയി. പൊന്നു പോയതും അടുക്കളയിൽ നിന്ന് നന്ദു വന്ന് ആദ്യയുടെ അടുത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, പൊന്നെവിടെയൊക്കെ പോയേ? അത് അവളുടെ ഒരു കൂട്ടുകാരിയെ കാണാൻ പോയതാ, നീ ഫുഡ് എടുത്ത് വെക്ക്. നന്ദ പോയതും ആദ്യം ഫോണും എടുത്ത് വേറൊരാളെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ശേഷം ഫോൺ വെച്ച് ഫുഡ് കഴിക്കാനായി ചെന്നു. ആ ബിൽഡിങ്ങിന്റെ മുന്നിൽ വിഷ്ണു കാറ് നിർത്തി. ഹരിദാസ് കാറിൽ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കി. മറ്റു ബിൽഡിങ്ങിനേക്കാൾ ഉയരത്തിലാണത്. അവരെ സ്വീകരിക്കാൻ എന്ന പോലെ കുറച്ചു പേര് മുന്നിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഹരിദാസ് ഇറങ്ങിയതിന് പിന്നാലെ വിഷ്ണു ഇറങ്ങി. അവർ മുന്നോട്ട് നടന്നു. അവിടെ നിന്ന് അവരുടെ അടുത്തേക്ക് വന്ന് കൈ കൊടുത്തുകൊണ്ട് അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോഴാണ് അവിടേക്ക് മറ്റൊരാൾ വന്നത്. അയാൾ വന്ന് ഹരിദാസിന് നേരെ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഐ ആം കേശവ്, ശിവനാഥ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജർ. കേശവ് പറഞ്ഞു. അത് കേട്ട് ഹരിദാസ് ചിരിച്ചിട്ട് സ്വയം പരിചയപ്പെടുത്തി. ശേഷം വിഷ്ണുവിനെയും, ഞങ്ങളുടെ സാറ് നിങ്ങളെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചു കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹരിദാസ് അഭിമാനത്തോടെ മൂടി. അത് കേട്ടപ്പോൾ വിഷ്ണുവിന് ഇത്തിരി അഭിമാനകയായി. വരൂ സർ, ഞങ്ങളുടെ ശിവസാർ ഒഫീഷ്യൽ മീറ്റിംഗ് റൂമിലുണ്ട്, കേശവ് പറഞ്ഞു. ഹരിദാസും വിഷ്ണുവും തലയെടുപ്പോടെ കേശവിന്റെ കൂടെ നടന്നു. ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ അവർ രണ്ടുപേരും കേശവിനെ പുച്ഛത്തോടെ നോക്കി. എന്നാൽ അവർക്ക് മുകളിലാണ് കേശവിന്റെ സ്ഥാനമെന്ന് അവർക്ക് മനസ്സിലായില്ല. ലിഫ്റ്റ് ചെന്ന് നിന്നത് 8th ഫ്ലോറിലാണ്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഒഫീഷ്യൽ മീറ്റിംഗ് റൂമിലേക്ക് അവർ നടന്നു. ഒഫീഷ്യൽ മീറ്റിംഗ് റൂമിന്റെ മുന്നിലെത്തി കേശവ് അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അതിന്റെ ഡോറ് തുറന്നു. വിഷ്ണുവും ഹരിദാസും അതിന്റെ അകത്തേക്ക് കയറി. അകത്തെ മെയിൻ സീറ്റിൽ ഇരിക്കുന്നവനെ കണ്ട് രണ്ടുപേരും ഒരുപോലെ ഞെട്ടിത്തരിച്ചു പോയി. ശിവഭദ്രൻ, രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു. നിരഞ്ജനും നിത്യയും കൂടി TV-യുടെ മുന്നിൽ നിന്ന് മിച്ചർ തിന്നുവാണ്. നിരഞ്ജൻ നിത്യമൊന്ന് തോണ്ടി. നിത്യം മിച്ചർ മുഴുവൻ വായിലേക്കിട്ട് ബാസന്റെ ചിരിച്ചു. ഓ ശാപം, ഞാനൊരു കാര്യം പറയട്ടെ? നിരഞ്ജൻ ചോദിച്ചു. എന്തുണ്ട്? പറയാൻ പറഞ്ഞതാ, മിച്ചർ വായിലായതുകൊണ്ട് അങ്ങനെ ആയത്, നിത്യ പറഞ്ഞു. ഓ, ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തോലക്ക്. അത് ഞാനൊരു കോളേജിൽ ലെക്ചറായിട്ട് പോയാ എങ്ങനെ ഉണ്ടാവും? നിരഞ്ജൻ ചോദിച്ചു. വളരെ ബോറായിരിക്കും. ബ്ലാ, നിത്യ ഛർദ്ദിക്കുന്ന എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് പറഞ്ഞു. അതെന്താടി അങ്ങനെ? ഒന്നുമില്ല, എന്നാലൊരു മാഷിന്റെ ലുക്കൊന്നും ഏട്ടനില്ല, നിത്യ പറഞ്ഞു. അതൊക്കെ വന്നോളും, നീ ഒന്നും പണയണ്ട, ഞാനതിനു വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, നിരഞ്ജൻ പറഞ്ഞു. അതെപ്പോ? അതൊക്കെ ചെയ്തു മോളെ. നിരഞ്ജൻ ഇത് ലാലയുടെ സ്റ്റൈലിൽ നടത്തും. ദ്രോഹി, അമ്മ ഇതിനെ വിഷമിക്കുന്നേ, അച്ഛന് വയ്യെങ്കിലെന്താ, ഞാനില്ലേ? അവൾ അമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാലും എൻ്റെ മോളെ, നീ എറണാകുളത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞ ആ അമ്മയുടെ കണ്ണു നിറഞ്ഞു. നമുക്കുള്ള കാലത്ത് എല്ലാവരും ഉണ്ടായിരുന്നു, അവരൊക്കെ പോയിട്ടും നമ്മൾ ജീവിക്കുന്നില്ലേ? അമ്മ വിഷമിക്കണ്ട. ഇതേ കേരളത്തിൽ തന്നെ പ്രശസ്തമായ കമ്പനികളിൽ ഒന്നാണ് ശിവനാഥ്, അവൾ പറഞ്ഞു. നന്നായി മോളെ, എന്നാലും സൂക്ഷിക്കണം, ആ അമ്മ പറഞ്ഞു. അവൾ ആ അമ്മയെ ഇറുകി കെട്ടിപ്പിടിച്ചു. തൻ്റെ ജീവിതം എറണാകുളം സിറ്റിയിലെത്തുമ്പോൾ മാറി മറിയുന്ന അറിയാതെ.